ഹലോ 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 ഡോക്ടർ റസിയുടെ വീടല്ലേ? സോറി, റോങ് നമ്പർ. ഓ സോറി. മോശം. ഇനി റസിയയുടെ ചങ്ങാതിമാരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. നിങ്ങളാ ഫോൺ എടുക്ക്. ആ ഡോക്ടർ റസിയുടെ വീടല്ലേ? അതെ. നിങ്ങളാരാ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി, ഡോക്ടർക്ക് എന്നെ അറിയാം. എങ്കിൽ അഡ്രസ് പറഞ്ഞോളി. ഓളുടെ കല്യാണക്കുറി എഴുതുക, ഒരെണ്ണം നിങ്ങൾക്ക് അയക്കാം. അതൊക്കെ പിന്നെ അയക്കാം, ഇതൊരു അത്യാവശ്യ കാര്യ. ഓൾക്ക ഒരു ജയകൃഷ്ണൻ. എന്താ കാര്യം? ആവോ, ആർക്കെങ്കിലും പ്രാന്തളകിയിട്ടുണ്ടാവും. റസിയ, അനക്കൊരു ഫോണുണ്ട്. അത് ശരി, നിന്റെ കിന്നാരം പറച്ചിൽ ഇനിയും തീർന്നില്ല. ഒരു മിനിറ്റ്. ഹലോ റസിയ, ഇത് ഞാനാ. എന്താ ജയകൃഷ്ണ? ഹരിനാരായണ ഭ്രാന്തളകി. അതെ, അവൻ ഭ്രാന്തനാ, മുഴുഭ്രാന്തൻ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതെ, ഞാൻ നാളെ വിളിക്കാം. അതെന്തൊരു ഏർപ്പാടാ! കല്യാണത്തിന് മുമ്പൊന്ന് സൊള്ളുന്നതിന്റെ സുഖം കളയല്ല മോളെ. ഇതൊരു അത്യാവശ്യ കാര്യ. ആണോ? ആരീ ജയകൃഷ്ണൻ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എടാ ദ്രോഹി ജയകൃഷ്ണ, നീ എന്നെങ്കിലും കല്യാണം കഴിക്കുമ്പോ നിന്റെ ഫസ്റ്റ് നൈറ്റ് തൊലഞ്ഞു പോടാ. തൊലഞ്ഞു, ഒക്കെ തൊലഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. രാധികയോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒരു പൂച്ച വട്ടം ചാടിയാ പോലും ബോധം കെട്ട് വീണവളാ അവള്. അവള് തെങ്ങാനും അറിഞ്ഞ അപ്പ അവളുടെ കാറ്റ് പോവും. എനിക്ക് തന്നെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എങ്കിൽ രാധിക വരുന്നതിന് മുമ്പ് അയാളെ മുറിന്ന് മാറ്റ്. ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ അയാൾ നോർമൽ ആവും. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. ഓ, താടിക്ക് മാത്രമുള്ള 100 കിലോ. രാധികേ, ഫസ്റ്റ് നൈറ്റിന് ടൈം ആയിട്ടില്ല. നീ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. എന്താ അത്? അയ്യേ, എന്താ ഒരു സ്മെല്ല്. പോയി കുളിച്ചിട്ട് വാ. ചെല്ലെ. ഞാനിപ്പോ കുളിച്ചേള്ളൂ. ആണോ? പക്ഷെ എവിടെയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ. നിന്നെ തന്നെയാ. ഒന്നുകൂടി കുളിച്ചിട്ട് വാ. ചെല്ല്. താങ്ക് യു. ജേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ? അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാനിപ്പോ അടിച്ചിരിക്കണേ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ബാഡ് സ്മെൽ ആയത്. രാധികേ, നീ ഇനി ഇതിനിടയിൽ ഒരു ഉപകഥ ഉണ്ടാക്കല്ലേ. ഞാനൊന്നും ഉണ്ടാക്കില്ല. ഒക്കെ ക്ഷമിച്ചു തരും ഞാൻ. കാരണം ജേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജേട്ടനെന്തൊരു ശബ്ദം ഉണ്ടാക്കണേ? കൂർക്കം വലിച്ചതാ. ഉറങ്ങണേന് മുമ്പേ ജേട്ടൻ കൂർക്കം വലിക്കോ? വലിച്ചു പോകും. രാധികേ, രാധികേ, രാധികേ. എന്താ ജേട്ടൻ എന്താ പറ്റിയ? മിമിക്രി പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ.
ചേട്ടാ ചേട്ടാ അയ്യോ എന്താ ചേട്ടാ എന്താ വെള്ളം വേണോ എന്താ ചേട്ടാ വെള്ളം വേണോന്ന് വേണ്ടി ശരിയാക്കി തരടാ. എന്റെ കൈ നിന്നെ നിന്നെ ഞാൻ ശരിയാക്കി തരടാ. കൂടെ മാത്രം ചേട്ടാ ചേട്ടാ വാതിൽ തുറക്ക്. രാധികച്ചി, മോളെ ചേട്ടാ വാതിൽ തുറക്ക്. മോളെ രാധികേ, അയ്യോ എന്ത് പറ്റി മോളെ? മോളെ മോളെ? രാധികേ, ഒന്നുമില്ല. രാധികേ. പേടിക്കണ്ട അയ്യോ, പേടിക്കണ്ട. രാധികേ. ആരും കരയണ്ട. ഒന്നുമില്ല. മോളെ രാധികേ, രാധികേ, മോളെ കണ്ണു തുറക്ക്. മോളെ ഏയ്, എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത്? അത് അച്യുതാ വണ്ടി എടുക്ക. എന്തോ ഒച്ച കേട്ടത്? എന്ത് പറ്റി ചേട്ടാ? പൊന്നപ്പാ, കട്ടിലിന്റെ ഇടയിൽ ഒരു പീസ് കിടപ്പുണ്ട്. അതിനെത്രയും പെട്ടെന്ന് മുറിയിലെടുത്ത് മാറ്റിയതേ. അല്ല ഈ ബാബ ദൈവമേ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? അയ്യോ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ നീ ഒരു സുന്ദരിയടി. സുന്ദരിയല്ല, സുന്ദരനാ. അതെ, സുന്ദരൻ. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കുട്ടിക്ക് സുന്ദരൻ എന്ന് പേരിടാം. ഹരിനാരായണ പോയി. അയ്യോ